ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ബാങ്കോക്കിലെ 5ാമത്തെ ദിവസമാണ്, അതായത് തായ്ലൻഡിലെ 5ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് തൊട്ട് തിരിച്ച് നാട്ടിൽ പോകുന്നവരെ നമ്മുടെ ട്രാവൽ പാർട്ണർ ഈ വാൻ ആയിരിക്കും. ഡെയിലി 10 hours ആണ് അലോങ് വിത്ത് ഡ്രൈവർ നമ്മൾ ഈ കാർ റെന്റ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാൻ ഇത് ധാരാളമാണ്. ഇനി അതല്ല, നൈറ്റ് ലൈഫ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഒരു 1 സൈഡ് മാത്രം ടാക്സി എടുത്താൽ മതിയല്ലോ. തായ്ലൻഡ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നാട്ടിൽ വെച്ച് എനിക്കൊരു ക്ലിയർ പിക്ചർ ഉണ്ടായിരുന്നു. ടോട്ടൽ എത്ര ഡേയ്സ് ആണെന്നും ഏതൊക്കെ പ്ലേസിൽ എത്ര ഡേയ്സ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നും. അത് മാത്രമല്ല, ഓരോ ഡേയ്സിന്റെ പ്ലാൻ പോലും എന്റെ നോട്ട്സിൽ ആഡഡ് ആയിരുന്നു. പക്ഷെ ഇതൊന്നും അല്ലായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക്. അത് ഫുഡ് തന്നെ ആയിരുന്നു. അതായത് നമ്മൾ ഹലാൽ ഫുഡ് നോക്കുന്നതുകൊണ്ട് തായ്ലൻഡ് ഒരു അല്പം ബുദ്ധിമുട്ടായിരുന്നു. നെക്സ്റ്റ് ഡേയിലെ നമ്മുടെ പ്ലാൻ നോക്കിയിട്ട് അതിന്റെ നിയറസ്റ്റ് ഹലാൽ റെസ്റ്റോറൻറ്റ്സ് തപ്പിപ്പിടിക്കണം. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് ആ കിട്ടുന്ന ടൈമിലായിരുന്നു ഞാൻ ഈ പണി ചെയ്തിരുന്നത്. തായ്ലൻഡിൽ ഒരു ലെസ് ദാൻ 10% റെസ്റ്റോറൻറ്റ്സ് മാത്രമേ ഹലാൽ ഫുഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതൊക്കെ അല്പം എക്സ്പെൻസീവ് ആയിരുന്നു. ഇന്നത്തെ നമ്മുടെ പ്ലാൻ സഫാരി വേൾഡ് ആൻഡ് മറൈൻ പാർക്കാണ്. ഇന്ന ഡേ ടൈം. നൈറ്റ് നമ്മൾ കുറച്ച് വൈബ് കണ്ടുപിടിക്കാനായി ഖാ ഓ സാൻ റോഡിലേക്ക് പോകും. ഫുക്കറ്റിന്റെ ബംഗ്ലാ സ്ട്രീറ്റ് ആണെങ്കിൽ ബാങ്കോക്കിന്റെ ഖാ ഓ സാൻ റോഡാണ് അത്. സഫാരി പാർക്ക് 2ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ആനിമൽസ് ഒക്കെ ഫ്രീ ആയി നടക്കുന്ന ഒരു ഏരിയയിലേക്ക് നമ്മൾ നമ്മുടെ കാറിൽ പോകണം. ആനിമൽസിന്റെ കൂടെ ഒരു ക്ലോസ് അപ്പ് എക്സ്പീരിയൻസ് അങ്ങനെ കിട്ടും. സ്വന്തമായിട്ട് കാർ ഇല്ലെങ്കിൽ സഫാരി പാർക്കിന്റെ ബസ് സർവീസും അവൈലബിൾ ആണ്. ടിക്കറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതുകൂടെ ഇൻക്ലൂഡ് ചെയ്ത് പർച്ചേസ് ചെയ്യണം എന്ന് മാത്രം. അങ്ങനെ നമ്മൾ യാത്രയിലാണ്. ചുമ്മാ ഇരുന്നപ്പോൾ ക്യാമറ എടുത്ത് അങ്ങ് പൊക്കി. അടിപൊളി വ്യൂ അല്ലേ? ഇത് കാണുമ്പോൾ നമ്മുടെ UAE ഒക്കെ ഓർമ്മ വരുന്നുണ്ട്. നല്ല ക്ലീൻ റോഡും ഇൻഫ്രാസ്ട്രക്ചറും. തായ്ലൻഡ് അത്യാവശ്യം കാർ ക്രേസ് ഉള്ള ഒരു രാജ്യമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഇന്ത്യയിൽ ഇല്ലാത്ത പല കാർ ബ്രാൻഡ്സും ഉണ്ടെന്ന് മാത്രമല്ല, കാർ അവർ നല്ല ക്ലീൻ ആയിട്ടാണ് കൊണ്ടു നടക്കുന്ന പോലും. പിന്നെ ഇവിടെ ഒരു കിഡില സാധനമുണ്ട്, തുക് തുക്. നമ്മളുടെ ഓട്ടോറിക്ഷ പോലെയാണ് ഫസ്റ്റ് ലുക്ക്, എങ്കിലും ഇതൊരു അപ്ഗ്രേഡഡ് വേർഷൻ ഓഫ് ഓട്ടോറിക്ഷ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്സൈസ്ഡ് ടയറും കിഡിലൻ എക്സോസ്റ്റ് നോട്ടും ഫുള്ളി ഡെക്കറേറ്റീവ് ലൈറ്റ്സും പിന്നെ നല്ല അടിപൊളി ഓഡിയോ സിസ്റ്റവും. നൈറ്റിൽ പാട്ടൊക്കെ ഇട്ട് ഒരു തുക് തുക് റൈഡ് ഒരു അന്യ എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഇത് കാറിനേക്കാളും എക്സ്പെൻസീവ് റൈഡാണെന്ന് മാത്രം. അങ്ങനെ നമ്മൾ മറൈൻ പാർക്കിലെത്തി. ഇവിടെ സൂ പോലെ ആനിമൽസിനെ അതിന്റെ കേജിലാണ് ഇട്ടിരിക്കുന്നത്. കങ്കാരൂസ്, അൽപ്പക്കാസ്, ഫ്ലെമിംഗോസ്, വൈൽഡ് ആനിമൽസ്, ബേർഡ്സ് എല്ലാവരെയും കണ്ടു. ഇതിനൊക്കെ പുറമെ ഇവിടെ കുറെ ആനിമൽ ഷോസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. എലിഫന്റ് ഷോ, ഡോൾഫിൻ ഷോ, സ്പൈ വാർ, സീൽ ഷോ, കൗബോയ് സ്റ്റണ്ട്, അങ്ങനെ വായിക്കൊള്ളുന്നതും കൊള്ളാത്തതുമായിട്ട് കുറെ സ്റ്റേജ് ഷോസ്. ഇതിന്റെ ഉള്ളിൽ ആളെ തട്ടിയല്ലാതെ നടക്കാൻ പറ്റത്തില്ല, അത്രയ്ക്കും ക്രൗഡഡ് ആണ്. ഒരു ഷോ കഴിഞ്ഞ് അടുത്ത ഷോയിലേക്ക് നടക്കുന്ന സീനാണ് നിങ്ങൾ ഇപ്പോൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഉച്ച സമയത്ത് അത്യാവശ്യം നല്ല ചൂടുണ്ട്. വാട്ടർ മിസ്റ്റ് ചില സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ടുണ്ട്. തായ്ലൻഡിലെ വെയിൽ ഓൾസോ വളരെ സ്പെഷ്യലാണ്. 2 ദിവസം കൊണ്ട് നന്നായിട്ട് ടാൻ അടിച്ചിട്ടുണ്ട്. കുട്ടികളുണ്ടെങ്കിൽ അവർ വളരെ നന്നായി എൻജോയ് ചെയ്യും. പക്ഷേ ഈ ക്ലൈമറ്റിൽ അവർ വേഗം ടയർഡ് ആവുകയും ചെയ്യും. നമ്മുടെ പാക്കേജിൽ ഇന്റർനാഷണൽ ബഫേ കൂടെ ഇൻക്ലൂഡഡ് ആയിരുന്നു. ഓരോ ടിക്കറ്റിലും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും നമ്മുടെ റെസ്റ്റോറന്റിന്റെ നെയിം. മറൈൻ പാർക്കിൽ ടോട്ടൽ 4 റെസ്റ്റോറന്റ്സ് ആണ് ഉള്ളത്. ഈ ഫ്ലവർ കൊണ്ട് മൂടിയതാണ് നമ്മുടെ റെസ്റ്റോറന്റ്. പലതരം സൂപ്പും ഡെസേർട്ടും ഫ്രൂട്ട്സും ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ട് ഒരു കിടിലം ബഫേ ആയിരുന്നു നമ്മളുടേത്. അവിടെ ഞാൻ 1-2 തായ് ഫുഡും സൂപ്പും ഒക്കെ ട്രൈ ചെയ്തു. സീസണിങ് നമ്മളുടെ ഇഷ്ടം പോലെ ഇടാം. അതുകൊണ്ട് തന്നെ റെഡ് ചില്ലി സോസ് ഒക്കെ ഇട്ട് കൂടിപ്പോയി കണ്ണീന്ന് പൊന്നീച്ച പറന്നു. സ്പൈവാർ ഒരു കിടിലം പരിപാടിയായിരുന്നു. അല്പം ലാഗ് ഉണ്ടായാലും സ്റ്റണ്ടും എക്സ്പ്ലോഷനും ഒക്കെ നല്ല റിയലിസ്റ്റിക് ഫീൽ ആയിരുന്നു. ഒരുത്തൻ ജെറ്റ് സ്കീയിൽ വന്ന് ഫ്രണ്ടിൽ ഇരുന്നവന്മാരെ ഒക്കെ കൊള്ളിപ്പിച്ചു വിട്ടിട്ടുണ്ട്. നനയാൻ പ്ലാൻ ഇല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ബാക്കിലേക്ക് കയറിയിരിക്കുന്നതായിരിക്കും ബുദ്ധി. അങ്ങനെ
അങ്ങനെ ടോട്ടലി ഇന്നത്തെ ഡേ അടിപൊളിയായിരുന്നു. വെയിലും ചൂടും പിന്നെ ഈ ക്രൗഡും കൂടി ഒന്ന് മാറ്റി നിർത്തിയ പൊളിയായന്. ഞങ്ങൾ അത്യാവശ്യം ടയേർഡ് ആയിട്ടുണ്ട്. 4 മണി ആയപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. ഇനി പോകുമ്പോൾ ക്ലൈമറ്റ് ഒരു വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണെന്ന് മനസ്സിലാക്കണം. പക്ഷേ ചൂട് കുറഞ്ഞ ഡേയ്സിൽ ക്രൗഡ് ഇനിയും കൂടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മറൈൻ പാർക്കിലെ ഇന്നത്തെ ഡേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു.